പല ബയോപിക്കുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ചിലരുടെ ജീവിതം സിനിമയാക്കിയത്. നമ്മളെ ചിലപ്പോൾ അത് വല്ലാതെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചല്ല സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. മറ്റു ചില സിനിമകളുണ്ട്. നമ്മളറിയാതെ നമ്മുടെ ജീവിതം അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് പോലെ തോന്നിയേക്കാം. നമ്മുടെ പ്രശ്നങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്ന പോലെ തോന്നിയേക്കാം. അല്ലെങ്കിൽ അതിൽ കാണിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലെങ്കിലും അതിൽ കാണിക്കുന്ന സൊല്യൂഷൻസ് ചിലപ്പം നമ്മുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനായേക്കാം. ജീനിയസ് ചാനൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മോട്ടിവേഷൻ മ്യൂസിക് ഉണ്ടായിരുന്നു. അത് എവിടുന്ന് കിട്ടിയെന്ന് കണ്ടന്റ് ക്രിയേറ്റർ നിഖിലേട്ടനോട് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം അപ്പോഴാണ് ഒരു ജേഴ്സി എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറഞ്ഞത്. സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കും ആ സിനിമ കാണണമെന്ന് തോന്നി. ഞാൻ സിനിമ കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി. കാരണം ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങൾക്ക് ആ സിനിമ ഉത്തരം നൽകുന്നുണ്ട്. വെൽക്കം ടു ടേക്ക് എ ബ്രത്ത്. ഞാനി നായകവേഷം അവതരിപ്പിച്ച ജേഴ്സി എന്ന് പറഞ്ഞ സിനിമ. കഥാപാത്രത്തിൻ്റെ പേര് അർജുൻ. കഥ തുടങ്ങുമ്പോൾ 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. നല്ല ടാലൻ്റുള്ള എന്നാൽ തീരെ ഡിസിപ്ലിൻഡ് അല്ലാത്ത ഒരു ക്രിക്കറ്റ് പ്ലെയർ. കോച്ചും കൂട്ടുകാരെയൊക്കെ ഇന്ത്യൻ ടീമിൻ്റെ ഭാവി വാഗ്ദാനമായി പ്രത്യാശിച്ച ഒരു കിടിലൻ പ്ലെയർ. പക്ഷേ കഥ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ 26-ാമത്തെ വയസ്സിൽ പെട്ടെന്ന് അദ്ദേഹം ക്രിക്കറ്റിനോട് വിട പറയുകയാണ്. അതിൽ പ്രേക്ഷകരെ വിശ്വസിപ്പിക്കുന്നത് സെലക്ഷൻ കമ്മിറ്റിയുടെ അഴിമതി കാരണമാണ് അദ്ദേഹം പോയെന്നാണ്. പക്ഷേ ക്ലൈമാക്സിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ ഒരു അസുഖം അവിടെ ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ സ്ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാം. അത് നമ്മുടെ നായകൻ മനസ്സിലാക്കുകയും എന്നാൽ മറ്റാരോടും പറയാതെ അദ്ദേഹം ക്രിക്കറ്റിനോട് വിട പറയുകയും ചെയ്യണം. ഇതൊന്നും അറിയാതെ അദ്ദേഹത്തിൻ്റെ കോച്ച് വീണ്ടും വീണ്ടും അദ്ദേഹത്തിനെ ക്രിക്കറ്റിലേക്ക് തിരികെ ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആയിടക്കാണ് അദ്ദേഹത്തിൻ്റെ മകന്, വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകൻ്റെ 7ാമത്തെ പിറന്നാൾ വരുന്നത്. 7ാമത്തെ പിറന്നാളിന് മകൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത് ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സിക്കായിരുന്നു. 1996 കഥ നടക്കുന്നതായിട്ടാണ് ചിത്രം കാണിച്ചിരിക്കുന്നത്. അന്ന് ജേഴ്സിക്ക് 500 രൂപയാണ് വില. പക്ഷേ ആ 500 രൂപ സംഘടിപ്പിക്കാൻ അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. കാരണം അദ്ദേഹത്തിനൊരു ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നെങ്കിലും തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെട്ടാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒരുപാട് അതിനുവേണ്ടി അലഞ്ഞു. അതിലൊരു ഫ്രണ്ട്ലി മാച്ച് പോലും കളിച്ചു നോക്കി. പക്ഷേ ചാരിറ്റി മാച്ച് ആയതിനാൽ അതിന് അദ്ദേഹത്തിന് ക്യാഷ് കിട്ടിയില്ല. ഒരുപാട് കൂട്ടുകാരോട് കടം ചോദിച്ചു, നടന്നില്ല. ഒടുവിൽ അദ്ദേഹം തൻ്റെ സ്വന്തം ഭാര്യയുടെ പേഴ്സിൽ നിന്നും 500 രൂപ മോഷ്ടിക്കുന്നിടയിൽ ഭാര്യ അദ്ദേഹത്തെ കൈയോടെ പിടികൂടുകയുണ്ടായി. ഭാര്യയുടെ വാക്കുകൾ അദ്ദേഹത്തെ വല്ലാതെ ട്രിഗർ ചെയ്തു. അദ്ദേഹം അവിടുന്ന് മനസ്സിലാക്കുകയാണ്, ക്രിക്കറ്റ് ഉപേക്ഷിച്ച സമയത്ത് എവിടെയോ എനിക്ക് എന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ക്രിക്കറ്റ് ഇല്ലാതെ കണ്ട് എനിക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ്. കാലം ഒരുപാട് കഴിഞ്ഞു പോയി. അദ്ദേഹം 36 വയസ്സായിട്ടുണ്ടായിരുന്നു. ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്ന പ്രായമായി, ഇനി എനിക്ക് അങ്ങോട്ടും ഒന്നും സാധിക്കില്ല എന്ന് പലരും അദ്ദേഹത്തെ ഉപദേശിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിശ്ചയദാർഢ്യമായിരുന്നു, ഞാൻ ഇന്ത്യൻ ടീമിൽ കയറി പറ്റുമെന്ന്. ഒരുപാട് റെക്കോർഡുള്ള രഞ്ജി പ്ലെയർ ആയതിനാൽ ചെറിയ ശ്രമം മതിയായിരുന്നു അദ്ദേഹത്തിന് രഞ്ജി ടീമിലേക്ക് തിരിച്ചു കയറാൻ. അദ്ദേഹത്തിൻ്റെ രഞ്ജി ടീമിൽ തിരിച്ചു കയറുകയും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ ബലത്തിൽ രഞ്ജി ടീം സെമി ഫൈനലിലെത്തുകയും ചെയ്യുകയാണ്. സെമി ഫൈനലിൽ അദ്ദേഹത്തിൻ്റെ തന്നെ പെർഫോമൻസ് ബലത്തിൽ സെമി ഫൈനൽ അവരുടെ ടീം ജയിക്കുന്നുണ്ടെങ്കിലും അവിടെ അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥത നേരിടുകയും കോച്ചും അദ്ദേഹവും കൂടി ഡോക്ടറത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ഭാര്യ എത്തുകയും ഭാര്യ വല്ലാതെ ആരോഗ്യ പ്രശ്നം കാരണത്താൽ ക്രിക്കറ്റിൽ നിന്നും പിൻവലിയാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. അദ്ദേഹം വല്ലാത്തൊരു ത്രിശങ്കൂലായിപ്പോയി. പിന്നീട് അദ്ദേഹം വല്ലാത്തൊരു കൺഫ്യൂഷൻ
ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ കൺഫ്യൂഷൻ പ്രേക്ഷകരിലേക്കും എത്തിക്കുന്നതിൽ സംവിധായകൻ വല്ലാതെ വിജയിച്ചിട്ടുണ്ട്. അവിടുന്ന് മകൻ്റെ ഒരു വാക്കാണ് ഫൈനൽ കളിക്കാൻ അദ്ദേഹത്തെ വീണ്ടും ഗ്രൗണ്ടിലെത്തിക്കുന്നത്. കാരണം അച്ഛൻ ബാറ്റ് എന്തുമ്പോൾ ഒരു ഹീറോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ മകൻ്റെ വാക്ക്. ഫൈനൽ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ടീം വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മാത്രം മികവിൽ ആ ടീം വിജയിക്കുന്നുണ്ട്. പക്ഷേ അതോടുകൂടി ഹോസ്പിറ്റലൈസ്ഡായ അദ്ദേഹം 2 ദിവസത്തിന് ശേഷം മരിക്കുന്നതായിട്ടാണ് കഥ പോകുന്നത്. പക്ഷേ ആ സമയം ആകുമ്പോഴേക്കും ഇംഗ്ലണ്ടിലേക്കുള്ള ഇന്ത്യൻ ടീമിൽ അദ്ദേഹത്തിൻ്റെ പേരുമുണ്ടായിട്ടുണ്ട്. പക്ഷേ അന്ന് അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ കുടുംബമോ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോ ഇതിനെക്കുറിച്ച് അറിയുന്നില്ല, പ്രേക്ഷകരും അറിയുന്നുണ്ടായിരുന്നില്ല. 23 വർഷം കഴിഞ്ഞിട്ടുള്ള മറ്റൊരു സീനിലാണ് ഒരു പ്രോഗ്രാമിൽ വെച്ച് BCCIയുടെ പ്രതിനിധി ഇത് റിവീൽ ചെയ്യുന്നത്. അവിടെ തന്നെയാണ് മകനും മറ്റുള്ളവരും 26ാമത്തെ വയസ്സിൽ അർജുൻ ക്രിക്കറ്റ് അവസാനിപ്പിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നമായിരുന്നു എന്ന് ഡോക്ടറിലൂടെ അറിയുന്നത്. ശേഷം മകൻ നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. അതിലെ ചില വാചകങ്ങൾ എനിക്ക് വല്ലാതെ ട്രിഗർ ചെയ്തു. ഒന്ന്, അദ്ദേഹത്തിന് BCCI അർജുൻ്റെ ജേഴ്സി സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മകൻ പറയുന്നത്, 7ാമത്തെ വയസ്സിൽ ആഗ്രഹിച്ചതാണ് ഞാൻ ഈ ജേഴ്സിക്ക് വേണ്ടി. എനിക്ക് 23 വർഷങ്ങൾക്ക് ശേഷം ഇത് കിട്ടിയാണ്. ഇത് കിട്ടാനുള്ള ഒരൊറ്റ കാരണം എൻ്റെ അച്ഛൻ്റെ ഡിറ്റർമിനേഷൻ ആയിരുന്നു. പിന്നീട് അവൻ പറയുന്ന മറ്റൊരു വാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും കരുതുന്ന പോലെ എൻ്റെ അച്ഛൻ ജീവിത പോരാട്ടങ്ങൾക്കിടയിൽ മരിച്ചു പോയതല്ല, മരിക്കുമെന്നറിഞ്ഞിട്ടും ജീവിതത്തോട് പോരാടിയ ആളാണ്. നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അർജുൻ്റെ സ്ഥാനത്ത് നിങ്ങളെയും, ക്രിക്കറ്റിൻ്റെ സ്ഥാനത്ത് JEയെയും, അർജുൻ്റെ മകൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ പാരൻസിനെയും കാണുക. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടിയേക്കാം. ഓൾ ദി ബെസ്റ്റ്.